എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. हर एक लोगों को परमेश्वर आशीषित करे. ഒരു വർഷം കൂടെ ദൈവനാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. एक और बार प्रभु यीशु के नाम में प्रेम वंदना हम कहते हैं. ബിബിൻ പാസ്റ്റർ ദീപേഷ് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. बिबिन पास्टर, दीपेश पास्टर और सबके लिए मैं प्रभु का धन्यवाद करता हूँ. എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. हर एक परमेश्वर के लोगों को प्रभु आशीषित करे. നമ്മൾ വായിച്ചത് 1 കൊരിന്ത്യർ ഫസ്റ്റ് കൊരിന്ത്യൻസിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. और हमने पहली कुरिन्ती 3 का 9वां पद हमने पढ़ा है. തുടങ്ങുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. वचन इस प्रकार शुरू होता है ये कहकर कि हम परमेश्वर के सहकर्मी हैं. നിങ്ങൾ ദൈവത്തിന്റെ വയൽ. और तुम परमेश्वर की खेती हो. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം. और तुम परमेश्वर की रचना हो. ഇതാണ് ദൈവത്തിന്റെ മക്കളുമായിട്ട് പങ്കുവെക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. और आज मैं इस विषय में से आप लोगों के बीच में बांटना चाहूंगा. നമുക്കറിയാം പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ നമുക്കറിയാം. और पौलुस कुरिन्थ की कलीसिया को ये पत्री जो लिखने के पीछे के संदर्भ को हम जानते हैं. ആത്മാവ് കൊണ്ട് സമീപസ്ഥനും ശരീരം കൊണ്ട് ദൂരസ്ഥനുമായിരുന്നു ഈ സഭയ്ക്ക്. हालेलुया. परमेश्वर के दास इस कलीसिया से आत्मा में तो काफी निकट थे मगर शरीर में काफी दूर रहते थे. അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവദാസൻ അറിഞ്ഞുകൊണ്ടിരുന്നു. तो इस कलीसिया में जो बातें हो रही थी हर एक बातों को परमेश्वर के दास अच्छे से जानते थे. അപ്പോൾ ആത്മീയരെ കൊണ്ടും ജഡീകരെ കൊണ്ടും ഒക്കെ സഭ നിറഞ്ഞു. और ये कलीसिया आत्मिक लोगों से शारीरिक लोगों से पूरा भर चुका था. പ്രാകൃത മനുഷ്യനാലൊക്കെ ചർച്ച നിറഞ്ഞിരിക്കുകയാണ്. और दुनियादारी में जीने वाले लोगों के समान रहने वाले लोग कलीसिया में आ चुके थे. ഈ ലേഖനങ്ങളിലൂടെ അവരെ കറക്റ്റ് ചെയ്യാനാണ് ദൈവദാസൻ ആഗ്രഹിച്ചത്. तो परमेश्वर के दास ने ये चाहा कि इन पत्रियों के द्वारा उन लोगों के जीवन को सुधारा जाए. ഈ സഭയ്ക്കകത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായി. इस कलीसिया के अंदर एक बहुत बड़ी समस्या हुई. പല പക്ഷക്കാരുണ്ടായതായിട്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. और अनेक पक्ष के लोग इस कलीसिया के अंदर हो गए हैं करके हम देख सकते हैं. മൂന്നാമത്തെ വാക്യത്തിന്റെ അകത്ത് 3:3 സഭയുടെ യഥാർത്ഥ സ്ഥിതി കിടപ്പുണ്ട്. और तीसरे अध्याय के तीसरे पद में उस कलीसिया की वास्तविक अवस्था को हम देख सकते हैं. ഇത് ഇന്നത്തെ നമ്മുടെ സഭകളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. और आजकल हमारी कलीसिया में जो बात नहीं है उन बातों को यहाँ पर लिखा गया है. എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ അസൂയയും പിണക്കവും ഇരിക്കെ അല്ലേ, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ. വായിച്ചട്ടെ ശ്രോതോ 3:3. और तीसरा अध्याय उसका तीसरा पद इस प्रकार कहता है कि तुम में डाह और झगड़ा नहीं है. അപ്പോൾ ഇതാണ് സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ. देखो कलीसिया की अभी आपकी अवस्था ये है. അവരുടെ ഇടയിൽ അസൂയയും പിണക്കം കൊണ്ട് നിറഞ്ഞ ഒരു അനുഭവം. देखो मगर उनके बीच में डाह और झगड़ा उत्पन्न हो चुका है. അവർ പറയുന്ന ഒരാൾ പൗലോസിന്റെ പക്ഷക്കാരൻ. कुछ लोग कहते हैं कि मैं पौलुस का हूँ. അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ. कुछ लोग कहते हैं कि मैं अपुल्लोस का हूँ. ഇങ്ങനെ പല പക്ഷം പിടിക്കുന്നവർ സഭയ്ക്കകത്ത് നിറഞ്ഞു. इस प्रकार एक दूसरे के साथ देने वाले या फिर एक दूसरे का पक्ष लेने वाले लोग कलीसिया में आ गए. കർത്താവ് എനിക്ക് നൽകിയ ഒരു ദൂതരോട് ഈ വിഷയത്തിൽ ഞാൻ വരാൻ പോവുകയാണ്. परमेश्वर के दिए हुए संदेश की ओर मैं आना चाहता हूँ. പൗലോസ് പറയാണ് ഞാൻ നട്ടു അപ്പൊല്ലോസ് എന്ത് ചെയ്തു നനച്ചു. पौलुस कहते हैं कि मैंने लगाया अपुल्लोस ने सींचा. ദൈവം അത്രേ ഇതിനെ വളർത്തിയത്. परंतु परमेश्वर ने इसको बढ़ाया है. ആകയാൽ വളർത്തുന്നത് ദൈവമല്ലാതെ നട്ടവനും നനയ്ക്കുന്നവനും ഏതുമില്ല. इसलिए ना तो लगाने वाला कुछ है और ना सींचने वाला क्योंकि परमेश्वर ही सब कुछ है. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് പൗലോസ് പറയാണ് ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. इस प्रकार कहते हुए पौलुस फिर कहते हैं कि हम परमेश्वर के सहकर्मी हैं. ദൈവത്തിന്റെ കൂടെ അല്ലെങ്കിൽ ദൈവം പ്രധാനപ്പെട്ട ഒരാളായി നിന്ന് ദൈവത്തിന്റെ കൂടെ ഒരു സഹായിയെ പോലെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. परमेश्वर के प्रियो हालेलुया. उनका कहने का मतलब है कि परमेश्वर हमारे साथ रहकर हम सब एक दूसरे के साथ मिलकर सहकर्मियों के समान काम करते हैं. എന്നിട്ട് ഈ സഭയെ 2 രീതിയിലാണ് ഇതിന്റെ അകത്ത് ഉപമിച്ചിരിക്കുന്നത്. फिर इस कलीसिया को दो बातों से तुलना की गई है. ഒന്ന് കൃഷിയോട് ഉപമിച്ചിരിക്കുകയാണ്.
सबसे पहला है उस खेती के तुलना में बताया गया है, രണ്ട് പൗലോസ് അതിനെ മന്ദിരത്തോട് ഉപമിച്ചിരിക്കുകയാണ്. और दूसरा परमेश्वर की रचना या परमेश्वर के मंदिर के तुलना में कलीसिया को बताया है। അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ വയലാണ്. यहाँ पर लिखा गया है कि तुम परमेश्वर की खेती हो। ഇവരെ നാം ദൈവസഭയാണോ, നാം കർത്താവിന്റെ വയലാണ്. अगर हम परमेश्वर की कलीसिया हैं तो परमेश्वर की खेती है। വയലിന്റെ അകത്തിരിക്കുന്ന ദൈവമക്കൾ ഓർത്തണം, जो लोग इस खेत में है वे लोग इस बात को जान ले। വെളിപ്പാട് പുസ്തകം 14 അധ്യായം ഒന്ന് വായിക്കാം. प्रकाशित वाक्य उसका 14वां अध्याय हम निकालेंगे। 14 15 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം, വരാൻ പോകുന്ന കാലത്ത് വലിയൊരു കൊയ്ത്തുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 14वें अध्याय के 14वां 15वां और 16वें पद में इस प्रकार हम देख सकते हैं कि आने वाले समय में एक बहुत बड़ी कटनी होगी। എഴുതിയിരിക്കുന്നു, പിന്നെ ഞാൻ വെളുത്ത ഒരു മേഘവും മേഘത്തിന്റെ മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നത് കണ്ടു. यस, फिर वहां पे लिखा है कि मैंने दृष्टि की और देखो एक उजला बादल है और उस बादल पर मनुष्य के पुत्र सरी का कोई बैठा है, जिसके सर पर सोने का मुकुट और हाथ में चौका हसुआ है। 15 വാക്യം പറയുന്നു, മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു. 15वें पद में लिखा है कि फिर एक और स्वर्गदूत ने मंदिर में से निकलकर മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് പറഞ്ഞു, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞ് അണിഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. और उससे जो बादल पर बैठा है बड़े शब्द से पुकार कर कहा, अपना हसुआ लगाकर लवनी कर, क्योंकि लवने का समय आ पहुंचा है, इसलिए कि पृथ्वी की खेती पक चुकी है। എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले प्रभु में आशीषित लोगों, ഇത് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ये अंतिम दिनों में होने वाली एक बात है जो हमने यहाँ पर देखा है। അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. प्रेरित पौलुस कहते हैं कि हम परमेश्वर के सहकर्मी हैं। രണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്. और दूसरी बात वो कहते हैं कि तुम लोग उस परमेश्वर की खेती हो। ഒരു വയലിനോട് ചേർത്താണ് സഭയെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത്. एक खेती की तुलना में या एक खेत के समान कलीसिया को दर्शाया गया है। വയലിലെ ദൈവമക്കളെ പൗലോസ് വെറുതെ പറഞ്ഞു വിട്ട ഒരു ഉദാഹരണമല്ല, താൻ ഇതൊരു വെളിപ്പാടിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. देखो हालेलुया, पौलुस ने केवल हालेलुया इन बातों को नहीं कहा, मगर एक दर्शन को पाकर, एक प्रकाशन को पाकर इन बातों को बोला है। അതാണ് വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ ഈ കാര്യങ്ങളാണ് പറയുന്നത്. इसलिए इन बातों को हम प्रकाशित वाक्य 14वें अध्याय के 14, 15 और 16वें पद में हालेलुया इन्हीं बातों को अच्छे से देख सकते हैं। ഇതിന്റെ അകത്ത് മനുഷ്യപുത്രനോട് സാദൃശ്യനായവനെ കുറിച്ച് പറയുന്നുണ്ട്. यहाँ पर मनुष्य के पुत्र के समान के बारे में वहां पर बताया गया है। ഇത് യേശുവിനോടുള്ള സാദൃശ്യത്തിലാണ് ഈ ഭാഗം പറയുന്നത്. इस वचन को यीशु के विषय में यहाँ पर बताया गया है। 15 വാക്യത്തിന്റെ അകത്ത് ഒരു ദൂതനെ കുറിച്ചാണ് പറയുന്നത്. മേഘത്തിൽ 15वें पद में एक स्वर्गदूत के बारे में हालेलुया कहा गया है, जो उस बादल के ऊपर बैठा है। അപ്പോൾ അവൻ പറയാണ്, കൊയ്ത്തിന് സമയമായതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക എന്ന് പറഞ്ഞൊരു ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. वहां पर एक आवाज को हम इस प्रकार सुन सकते हैं कि हालेलुया लवने का समय आ चुका है, कटनी का समय आ चुका है, इसलिए अपना हसुआ लगाकर उसको काट ले। അപ്പോൾ മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞ് ഭൂമിയിൽ കൊയ്ത്ത് നടന്നു എന്ന് പറഞ്ഞൊരു പദം നിങ്ങൾ വായിച്ചല്ലോ. फिर हमने इस प्रकार पढ़ा कि तब उस बादल पर बैठा हुआ स्वर्गदूत ने अपना हसुआ लगाकर पृथ्वी पर जो कटनी का था उसको काट लिया करके हम देख सकते हैं। അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഇത് കൊരിന്ത്യ സഭയോട് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവസഭയിലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളോടും കർത്താവ് പറയുന്നത്, നാം ആയിരിക്കുന്നതും ഒരു വയലിലാണ്. हालेलुया, ये वचन केवल कुरिन्थ के कलीसिया के लोगों के लिए ही नहीं, मगर यहाँ पर शामिल हुए हर एक लोगों के लिए जो कलीसिया के भाग है, उनसे कहता है कि हम भी इस खेत में है इन दिनों में। അന്ത്യകാലത്ത് വലിയൊരു കൊയ്ത്ത് ഈ വയലിൽ സംഭവിക്കും. अंतिम दिनों में एक बहुत बड़ी कटनी इस खेत में होगा। അല്ലേ, പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ തൻ വെളിപ്പാടോടുകൂടെ വരാൻ പോകുന്ന ഭാവി സംഭവങ്ങൾ താൻ കാണുകയാണ്. हालेलुया, पतमस के उस एकांत अनुभव में पड़े हुए यूहन्ना उस आने वाले
उस आने वाले बातों को वो आत्मा में देख रहे हैं। ഇന്ന് ദൈവരാജ്യമായിരിക്കുന്ന വയലിൽ, आज परमेश्वर के राज्य रूपी खेत में, സഭയായിരിക്കുന്ന വയലിന്റെ അകത്ത് कलीसिया रूपी उस खेत के अंदर ദൈവം നട്ടുവളർത്തുന്ന ഓരോ വ്യക്തികളും അറിയണം, परमेश्वर के द्वारा बोए हुए हर एक व्यक्ति लोग इस बात को अच्छे से जान ले, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. हमारे यीशु मसीह का आगमन काफी निकट है प्रियो। സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ദൂതനോടുണ്ടാകും. स्वर्ग में से एक आवाज स्वर्गदूत से कहा जाएगा, ഹല്ലേലൂയ, കൊയ്ത്തിന് സമയമായിരിക്കുക. हालेलुया, आवाज ये होगी कि कटनी का समय आ चुका है। ഒരു മക്കളെ, കൊയ്ത്തിന് സമയമായിരിക്കുക. परमेश्वर के प्रियो, कटनी का समय आ चुका है। ദിവസങ്ങളിൽ വയല് വിളഞ്ഞു കിടക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവസഭകളൊക്കെ വിളഞ്ഞു കിടക്കുകയാണ്. हालेलुया, इन दिनों में जिस प्रकार खेत पका रहता है, पक जाता है, वैसे ही कटनी के लिए कलीसियाएं भी तैयार हो चुकी है। ദൂതനോട് ഒരു ശബ്ദമുണ്ട്. स्वर्गदूत से इस प्रकार कहा जाएगा, ഹല്ലേലൂയ, അരിവാള് അയച്ചു കൊയ്യുക. कि अपना हसुआ लेकर उसको काट ले। ഹല്ലേലൂയ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാലം എടുത്തിരിക്കുകയാണ്. इस प्रकार की एक आवाज गूंजने जा रही है, वो समय निकट आ चुका है प्रियो। അപ്പോൾ എന്താ സംഭവിക്കുന്ന? 16-ാം വാക്യം പറയാണ്, അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെല്ലാം കൊയ്ത്ത് നടന്നു. 16वें पद में इस प्रकार लिखा है, अतः जो बादल पर बैठा था उसने पृथ्वी पर अपना हसुआ लगाया और पृथ्वी की लवनी की गई। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, इसलिए प्रेरित पौलुस ने बड़े स्पष्ट रूप से इन बातों को लिखा है, ദൈവം പ്രധാനപ്പെട്ട ഒരാളായിരിക്കുന്നു, परमेश्वर एक महत्वपूर्ण व्यक्ति है ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. और हम सब लोग उस परमेश्वर के सहकर्मी हैं। പ്രധാനപ്പെട്ട ആള് ദൈവമാണ്. सबसे महत्वपूर्ण व्यक्ति तो परमेश्वर है। നിങ്ങളിപ്പോ ഇവിടെ പക്ഷം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. हमें इस दुनिया में किसी का पक्ष लेने की जरूरत नहीं है, ദൈവം ആണ് പ്രധാനപ്പെട്ട ആള്. क्योंकि परमेश्वर ही हमारे मुख्य है നമ്മള് ദൈവത്തിന്റെ കൂട്ടുവേലക്കാര് മാത്രമാണ്. और हम सब लोग केवल परमेश्वर के सहकर्मी हैं प्रियो। നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാര് മാത്രമാണ്. हम केवल परमेश्वर के सहकर्मी हैं। പക്ഷെ നിങ്ങള് ദൈവത്തിന്റെ വയലാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. मगर आप इस बात को ना भूले कि आप लोग परमेश्वर के खेती हो। വയലിൽ നിൽക്കുന്നവരെല്ലാം ഓർത്തണം, जो लोग जितने लोग इस खेत में हैं, वे लोग स्मरण रखे കൊയ്ത്തിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. कि कटनी का समय काफी नजदीक आ चुका है। ഭൂമിയിൽ വയൽ വിളഞ്ഞു കിടക്കുന്നു, കൊയ്യുക എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം അടുത്തുകൊണ്ടിരിക്കുകയാണ്. अब वो शब्द को जल्दी ही हम सुनने जा रहे हैं कि पृथ्वी कटनी के लिए तैयार है, हालेलुया, लवने के लिए तैयार हो जाओ। അപ്പോൾ അതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ടവരായി മാറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. और उस कटनी में हम भी काफी महत्वपूर्ण भागी हो। യേശുവും വയലിനോടാണ് എല്ലാം ഉപമിച്ചിരിക്കുന്നത്. यीशु मसीह ने भी हर एक बातों की तुलना खेत से करी है। മത്തായി എഴുതിയ സുവിശേഷത്തിലുണ്ട് 13-ാം അധ്യായം, मत्ती के सुसमाचार 13वें अध्याय में हम देखते हैं, ഇതിന്റെ 24 മുതൽ 30 വരെയുള്ള അവസ്ഥകളാണ് ഇന്നത്തെ സഭകളുടെ അവസ്ഥ. हालेलुया, उसके 24वें पद से लेकर 30वें पद तक के वचनों को हम देखें तो वो कलीसिया की अवस्था है। അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹല്ലേലൂയ, അവൻ ഒരു ഉപമയും അവർക്ക് പറഞ്ഞു കൊടുത്തു. वहां पर लिखा गया है कि यीशु ने एक और दृष्टांत उन्हें दिया। ഹല്ലേലൂയ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചാണ്. നല്ല വിത്ത് സദൃശമാണ്. यस, वहां पर इस प्रकार लिखा गया है कि एक अच्छा बीज जो है उस खेत में बोया गया। ഹല്ലേലൂയ. അപ്പോൾ അവിടെ അതൊന്ന് വായിച്ചെടുത്തേ യോസനെ. यस, 24वें पद से लेकर जब हम इस प्रकार देखते हैं, यीशु ने उन्हें एक और दृष्टांत दिया, स्वर्ग का राज्य उस मनुष्य के समान है जिसने अपने खेत में अच्छा बीज बोया। पर जब लोग അപ്പോൾ നല്ല വിത്ത് വിതച്ചിരിക്കുകയാണ്. यहाँ पर एक अच्छा बीज बोया गया है। അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വാക്യം 1 Corinthians chapter 3 എന്നാണ് വന്നിരിക്കുന്നത്. हमने पहला कुरिन्ती 3 अध्याय में से उस वचन को पढ़ा है। അപ്പൊ നമ്മൾ വയലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. तो हमने वहां पर लिखा गया है कि हम उस परमेश्वर की खेती हैं। വയലാണെങ്കിൽ എന്റെ ടൈമിൽ വലിയൊരു കൊയ്ത്തുണ്ട്. अगर हम खेत हैं तो अंतिम दिनों में एक बहुत बड़ी कटनी भी वहां पर जरूर होगा। കൊയ്യുന്നത് യേശു ആണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. प्रियो, वहां पर काटने वाला या लवने वाला यीशु है करके साफ साफ लिखा है। അപ്പോൾ
ദൈവത്തിന്റെ മക്കൾ ഇനി ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണം. परमेश्वर के लोगों, अब आप हर एक बातों को ध्यान से सुनेगा। ഹല്ലേലൂയ. അപ്പോൾ യേശു തന്റെ ഉപമയിൽ പറയുകയാണ്, यीशु मसीह अपने दृष्टांत में इस प्रकार कहते हैं, ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. एक मनुष्य ने अपने भूमि पर अच्छे बीज को बोया। ആ ഒരു മനുഷ്യൻ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. वो वहां पर एक व्यक्ति के बारे में जो है वो यीशु के बारे में या परमेश्वर के बारे में कहा है। തന്റെ നിലം, അതായത് സ്വർഗരാജ്യം, ദൈവരാജ്യം, സഭ അവിടെ വിതച്ചത് നല്ല വിത്താണ്. देखो, अपना खेत जो वहां पर बोला गया है वो है परमेश्वर का राज्य या कलीसिया को वहां पर दर्शाया गया है। ഇവിടെ പറയുന്നുണ്ട്, അത് നോക്കി നടത്താനുള്ള ദാസന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയാണ് അപ്പൊല്ലോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും കേഫ പത്രോസിനെ കുറിച്ചും ഒക്കെ അല്ലേ ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ അത് ആഗ്രഹിക്കുന്നു. हालेलुया। और नीचे के भागों को जब पढ़ते हैं कि उस खेत के स्वामी ने उस खेत की देखभाल करने के लिए काफी लोगों को नियुक्त किया, वहां पर हम देखते हैं कि परमेश्वर ने भी हालेलुया पौलुस हो, पतरस हो, हालेलुया अपुल्लोस हो, सबों को परमेश्वर ने खेत की रखवाली के लिए चुना है। ഇന്ന് ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് എല്ലാം ഹല്ലേലൂയ ആ നല്ല യജമാനന്റെ ദാസന്മാരായി ഈ വയലിൽ ജോലി ചെയ്യുന്നവരാണ്. यस, यहाँ पर हालेलुया बैठे हुए हर एक परमेश्वर के दास लोग उस अच्छे स्वामी के खेत के दास के समान हालेलुया काम करने वाले लोग हैं। നമ്മളെല്ലാം കൂട്ടുവേലക്കാരാണ് ദൈവത്തിന്റെ. हम सब उस परमेश्वर के सहकर्मी हैं। ഇവിടെ പറയുന്നു, അവിടെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യർ ഉറങ്ങിയപ്പോൾ. 25वें पद में लिखा है कि जब सब लोग सो रहे थे। അവിടെ മനുഷ്യർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത് ദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്. देखो, वहां पर जो लिखा है कि जब सब लोग सो रहे हैं, यहाँ पर इसका मतलब है वहां के दास लोग जो सो रहे थे। ബൈബിൾ പറയുന്നു, ഇസ്രായേലിന്റെ പരിപാലകന് ഉറക്കമില്ല, മയക്കമില്ല. वचन इस प्रकार कहता है कि इस्राएल का रक्षक ना तो सोता है और ना ही ऊँगता है, പിന്നെ ഉറങ്ങുന്നത് അവന്റെ ദാസന്മാരാണ്. मगर उसके दास लोग वो सो जाते हैं। 25-ാമത്തെ വാക്യത്തിൽ മനുഷ്യർ ഉറങ്ങിയപ്പോഴാണ് അവന്റെ ശത്രുവാണ്. देखो, यहाँ पर 25वें पद में देखते हैं, जब वो लोग सो रहे थे तब उसका शत्रु आया। ഹല്ലേലൂയ. മനുഷ്യർ ഉറങ്ങിയപ്പോൾ അവന്റെ ശത്രു വന്നു. അവന്റെ ശത്രു എന്ന് ബൈബിൾ പറയുന്നത് സാത്താനെ കുറിച്ചാണ്, പിശാചിനെ കുറിച്ചാണ്. जब हालेलुया उसके दास लोग सो रहे थे तब यहाँ पर लिखा है कि उसका शत्रु आया। ये शत्रु जो है वो शैतान है। उस शैतान के बारे में कहा गया है। ഇവരെ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ അവർ ഉറങ്ങിപ്പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മേൽ ശത്രു ജയഘോഷം കൊള്ളുന്നത്. हालेलुया। हमें जब प्रार्थना करनी है प्रियो, जब हम प्रार्थना नहीं कर पाते, बिना प्रार्थना किए जब हम सो जाते हैं, तब शत्रु हम पर जयवंत होता है। ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കട്ടെ. इन दिनों में हालेलुया जिन्हें प्रार्थना की जिम्मेदारी दी गई है, प्रार्थना करने के समय पर आप हालेलुया उठकर प्रार्थना करने के लिए तैयार हो जाएं। കാര്യം ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചതായിട്ട് ബൈബിൾ പറയുകയാണ്. क्योंकि यहाँ पर हम देखते हैं कि गेहूं के बीच में जंगली बीज भी लाकर उन्होंने बो दिया। അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ വന്ന് അവരോട് ചോദിച്ചു, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? तो उस स्वामी के दासों ने आकर पूछा कि है स्वामी, हमने तो अच्छे बीज बोए थे। ചോദിക്കുകയാണ്, പിന്നെ കള എവിടെ നിന്ന് വന്നു? फिर बोला कि ये जंगली बीज कहाँ से आया? 28-ാം വാക്യത്തിൽ അവൻ പറയുന്നുണ്ട്, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ പറഞ്ഞു. 28वें पद में वो कहता है कि यह किसी शत्रु का काम है जो हुआ है। എന്നാ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, നമ്മൾ കർത്താവിന്റെ വയലായിട്ടിരിക്കുക. हम परमेश्वर के खेत के समान है। നമ്മുടെ യജമാനൻ കർത്താവാണ്. हमारा स्वामी परमेश्वर है। നമ്മളൊക്കെ ഇതിന്റെ അകത്തെ ദാസന്മാരാണ്. हम सब लोग इस खेत में एक उस दास के समान हैं। ഇത് ദൈവസഭയാണ് ഈ വയൽ. ये खेत जो है वो परमेश्वर की कलीसिया है। എപ്പോഴാണ് ശത്രു വന്ന് അവന്റെ കയ്യിലെ കളയിട്ടത്? ദാസന്മാർ ഉറങ്ങിയപ്പോഴാണ്. शत्रु कब आकर उस गेहूं के बीच में जंगली बीज को बोया? जब वे लोग सो रहे थे तब वो आया था। ഉറങ്ങാതിരിക്കുമായിരുന്നെങ്കിൽ അവിടെ ശത്രു വന്നാലും കളയിടത്തില്ലായിരുന്നു. इसका मतलब यही है, यदि वे दास लोग सोए नहीं होते तो शत्रु यदि उसके बावजूद भी आता, मगर वो जंगली बीज को वहां पर नहीं डाल पाता था। ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ മാറി നിൽപ്പുണ്ട്. परमेश्वर के प्रियो, इस्राएल का रक्षक ऊँगता नहीं है, सोता नहीं है, वो हमारे लिए जागा हुआ है। ദൈവം നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ ദാസന്മാരെ. परमेश्वर ने हमें भी कुछ जिम्मेदारियां दी हुई है, परमेश्वर के दासों को और दासियों को। നമ്മൾ എത്രത്തോളം ഇതിന്റെ അകത്ത് ഉത്തരവാദിത്തമുള്ളവരാണ്? हम इस हालेलुया परमेश्वर के दिए हुए हालेलुया कामों में कितने जिम्मेदार हैं।
നമ്മളിതെല്ലാം പലതും ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സുഖമായി ഉറങ്ങിയാണ്. इन दिनों में हमने हालेलुया अपने कामों को प्रभु के हाथों में सौंपकर हम अच्छे से सो रहे हैं। ഹല്ലേലൂയ. നാം ചെയ്യേണ്ട പല പ്രഥമ ഡ്യൂട്ടികളും നാം ചെയ്യുന്നില്ല. यस, हमें जो जिम्मेदारियां जो जिन कामों को हमें करना है हम इन दिनों में नहीं कर रहे हैं। ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ പറയുന്നത്, पहला पत्रस 5वें अध्याय में जो लिखा है, ശത്രു അലറുന്ന സിംഹമെന്ന പോലെയാണ് വായെ പിളർന്ന് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. शैतान उस गरजने वाले शेर के समान हमारे चारों तरफ घूम रहा है। ബൈബിൾ പറയുന്നു 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചിട്ടുണ്ട്. बाइबल में लिखा है कि 7वें दिन में ये परमेश्वर ने विश्राम किया। വിശ്രമം എന്ന് പറയുമ്പോൾ ദൈവം കടന്നുറങ്ങിയെന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല. विश्राम किया इसका मतलब यह नहीं कि परमेश्वर वहां पर लेटकर सो गए। പക്ഷേ 24 മണിക്കൂർ ഇന്നേ വരെ ജീവിതത്തിൽ വിശ്രമിക്കാത്ത ഒരാൾ പിശാച് മാത്രമാണ്. मगर हालेलुया जीवन में अपने जीवन भर में ऐसा कोई व्यक्ति है जो आज तक जिसने विश्राम नहीं लिया है, वो केवल और केवल शैतान है। ഇന്നും നമുക്ക് ചുറ്റും ഇയാളുടെ സന്ദർശനമുണ്ട്. आज भी शैतान हमारे चारों तरफ घूमता रहता है। ഇവൻ വെറും കൈയോടെയല്ല നടക്കുന്നതാണ് ബൈബിളിൽ പറയുന്നത്. बाइबल कहती है कि शैतान खाली हाथ हमारे चारों तरफ नहीं घूमता, അവന്റെ കയ്യിൽ കളകൾ ഉണ്ടെന്ന് പറഞ്ഞ കള, मगर लिखा गया है कि उसके हाथ में जो है जंगली बीज है। അത് ആരുടെ മേലാണ് ഇടണം എന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. वो किसके ऊपर डालना है इस ताक में हमेशा घूमता रहता है। അപ്പനും അമ്മയും മക്കളും ജീവിക്കുന്ന കുടുംബത്തിന്റെ അകത്ത് ആരുടെ മേൽ ഇടണമെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. माता पिता हालेलुया बच्चों के समेत जीने वाले उस परिवार के अंदर किसके ऊपर ये जंगली बीज डालना है, वो इस ताक में घूमता रहता है। അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ സഭയുള്ള സ്ഥലത്ത് ആരുടെ അകത്ത് ഈ കളയിടണമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. आशीषित परमेश्वर के दास होंगे, उनके कलीसिया होगी, उस कलीसिया में या फिर किसके ऊपर ये बीज को बोना है करके शैतान हमेशा देखता रहता है। പിശാചിനറിയാം ഒരുപക്ഷെ ഒരു കോപത്തിന്റെ കളയായിരിക്കും ഒരാളുടെ മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവൻ മറ്റു കാര്യങ്ങൾ ആക്കിക്കൊള്ളുമെന്ന് പിശാചിനറിയാം. शैतान अच्छे से जानता है केवल एक छोटा सा गुस्से का बीज होगा जो किसी के अंदर शैतान बो दे तो जानता है कि बाकी अपने आप वहां पर सारी चीजें बिगड़ जाएंगी। ദൈവത്തിന്റെ മക്കളെ ഈ ദിവസങ്ങളിൽ കളകളെ തിരിച്ചറിയട്ടെ. इन दिनों में परमेश्वर के प्रियो शैतानी बीजों को हम परख ले और उसको समझ ले। അപ്പോൾ 24 മണിക്കൂറും ആ ശത്രു നടക്കുകയാണ് കളകളുമായിട്ട്. तो ये 2400 घंटे ये शत्रु जो है जंगली बीज को लेकर घूम रहा है। അപ്പോൾ അവൻ നടക്കുമ്പോഴാണ് അല്ലിയ ദാസന്മാർ ഉറങ്ങുന്നത്. देखो ऐसे समय में उस खेत के दास लोग जो थे देखा कि वे लोग सो रहे हैं। അതാണ് അവന്റെ അവസരം, നമ്മളെ ആക്രമിക്കണം. वो उसके लिए एक अच्छा मौका था, एक अच्छा अवसर था ताकि वे उस पर आक्रमण कर सके। ഇന്ന് അല്ലിയ ഉറങ്ങാതിരിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകന്റെ മുമ്പിൽ आज हालेलुया कभी ना सोने वाले उस इस्राएल के रक्षक के सामने അല്ലിയ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി ദാസിമാർക്കായി സ്തോത്രം. प्रार्थना करने के समय में जो लोग हालेलुया जो परमेश्वर के दासी लोग उठकर प्रार्थना करते हैं उनके लिए मैं प्रभु का धन्यवाद करता हूँ। 24 മണിക്കൂറും ദൈവമക്കളുടെ ഉള്ളിൽ ദൈവമക്കളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവമക്കൾ ഉൾപ്പെടുന്ന സഭയ്ക്കകത്ത് കള വാരി വിതറേണ്ടതിന് പിശാച് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. क्योंकि परमेश्वर के लोगों के जीवन में परिवारों में कलीसियाओं में हालेलुया भी इस जंगली बीज को बोने के लिए शैतान उस ताक में हमेशा लगा रहता है। പിശാചിന്റെ അവസരം എന്ന് പറയുന്നത് അവന്റെ ദാസന്മാരുടെ ഉറക്കമാണ്. शैतान के लिए मौका तब मिलता है जब परमेश्वर के दासी लोग सो जाते हैं। അതുകൊണ്ടാണ് ഗെത്സമനയിൽ വെച്ച് യേശു ശിഷ്യന്മാരോട് പോലും പറഞ്ഞത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ. കാര്യം യേശു പറയുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. इसलिए गतसमनी वाटिका में हम देखते हैं यीशु अपने चेलों से इस प्रकार कहते हैं कि तुम जाग कर प्रार्थना करो ताकि परीक्षा में ना पड़ो। ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, इन दिनों में यदि आप प्रार्थना करने के लिए तैयार हैं, പലവിധ പരീക്ഷകൾക്കകത്ത് അല്ലെ ജീവിത പരീക്ഷകൾക്കകത്ത് നമ്മളെ കൊടുക്കുവാനുള്ള പിശാചിന്റെ തന്ത്രത്തെ പരിശുദ്ധാത്മാവ് തകർക്കാൻ പോവുകയാണ്. अगर हम प्रार्थना करने के लिए तैयार है तो हमारे जीवन को परीक्षाओं में डालने की शैतान की जो कोशिश है उन शैतान के तमाम कामों को प्रभु निष्फल कर देगा। ഹല്ലേലൂയ, സ്തോത്രം. हालेलुया। ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് परमेश्वर का वचन जब हम पढ़ते हैं तो हम इस बात को देख सकते हैं। ദാസന്മാർ ഉറങ്ങിയത് പിശാചിന് ഒരു അവസരമായി മാറി. देखो यहाँ पर खेत के दास लोग जब सो गए तब वो शैतान के लिए एक अच्छा मौका या अवसर मिल गया। ഇന്ന് ദൈവസഭകളുടെ മേൽ പിശാച് ഇത്രയും കളയിടാൻ കാര്യം, और इन दिनों में भी कलीसियाओं में शैतान ने अपने बीज इसलिए बोए हैं। ഇന്ന് കുടുംബങ്ങളുടെ മേൽ പിശാച് ഇത്രയും കളയിടാൻ കാര്യം,
परिवारों में शैतान ने हालेलुया इतना बीज इसलिए डाला है। പല വ്യക്തികളും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഡൗൺ ആയി പോകാൻ കാര്യം अनेक लोग परमेश्वर की उपस्थिति से जो गिर गए हैं, പിശാചിട്ട കളകളാണ് പലരെയും നശിപ്പിച്ചത്. क्योंकि शैतान के डाले हुए बीज है जिसकी वजह से वे लोग नाश हो गए हैं। ഹല്ലേലൂയ. हालेलुया। പക്ഷേ അവിടെയൊക്കെ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം നമ്മുടെ മേലുണ്ടായിരുന്നു. मगर वहां पर एक बड़ी जिम्मेदारी हमें दी गई है कि हम जाग कर प्रार्थना करते रहें। ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യട്ടെ. इसलिए इन दिनों में हमें सौंपी गई, हम पर दी गई जिम्मेदारियों को अच्छे से निभाएं प्रियो। കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ നല്ല ഗോതമ്പിന്റെ കൂടെ കള വളർന്നു വരുന്നത് കണ്ടത്. देखो काफी दिनों के बाद इन अच्छे गेहूं के बीच में जंगली बीज भी उगता हुआ उन्होंने देखा। കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ദാസന്മാർ കാണുന്നത് നല്ല ഗോതമ്പിന്റെ കൂടെ കള വളർന്നു വരുന്നത്. काफी दिनों के बाद इन दासों ने देखा कि हालेलुया अच्छे बीज के बीच में जंगली दाने के पौधे भी उग रहे हैं। പ്രിയരെ, നല്ല ഗോതമ്പിന്റെ അകത്ത് കളയിട്ടത് ആദ്യം അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. देखो उस अच्छे गेहूं के बीच में इस जंगली बीज जब डाला गया तो उनको समझ में नहीं आया, പെട്ടെന്നത് മനസ്സിലാകത്തില്ല. एकदम से नहीं समझ पाते हैं। കാരണം ദാസന്മാർ ഉറങ്ങിക്കിടക്കുകയാണ്. दास लोग यहाँ पर सो रहे हैं। പിശാച് വന്നതും പോയതൊന്നും ഇവർ അറിഞ്ഞില്ല. शैतान जो वहां पर आया जो गया, इन लोगों ने इस बात को नहीं जाना। ഹല്ലേലൂയ. കളയിട്ടതൊന്നും ഇവർ അറിഞ്ഞില്ല. शैतान ने आकर जो बीज वहां पर बोया, हालेलुया इन लोगों ने उस बात को भी नहीं जाना। കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഗോതമ്പ് വളർന്നു വന്നപ്പോഴാണ് കളയും തിരിച്ചറിയാൻ തുടങ്ങിയത്. मगर देखो काफी दिनों के बाद जब गेहूं का पौधा बढ़ता गया, तब देखा कि जंगली दानों का पौधा भी बढ़ रहा है। പേരെ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് പിശാച് വന്നതും പോയതൊന്നും നാം അറിഞ്ഞിട്ടില്ല. परमेश्वर के प्रियो, हमारे जीवन में शैतान जो आया गया हमने नहीं जाना है। നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പിശാച് കളയിട്ടതൊന്നും നാം അറിഞ്ഞിട്ടില്ല. हमारे जीवन में शैतान ने आकर जो जंगली बीज बोया है उसको भी हमने नहीं जाना है। ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് പിശാച് വന്നതും പോയതും കളയിട്ടതൊന്നും നാം അറിഞ്ഞിട്ടില്ല. हमारे परिवार में शैतान जो आया गया, जो उसने बीज बोया, इन बातों के बारे में हम अनजान हैं। സഭയിൽ വന്നതും പോയതും കളയിട്ടതൊന്നും നാം അറിഞ്ഞിട്ടില്ല. कलीसिया में भी शैतान जो आया गया अपना बीज बोया, हालेलुया हम इस बात से भी अनजान हैं। ഇത് എപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്? ഗോതമ്പ് വളരാൻ തുടങ്ങിയത്. देखो कब ये समझ आया कि उसने बीज बोया है, ये तब था जब गेहूं का पौधा जो है बढ़ने लगा। നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ ആത്മീയമായിട്ട് വളരുമ്പോഴാണ് ഈ വിഷയവും അതിന്റെ അകത്ത് വളർന്നു വരാൻ ശ്രമിക്കുന്നത്. इन दिनों में जब आत्मिक तौर से जब आप बढ़ने की कोशिश करते हैं, तब ये जंगली पौधा भी बढ़ते हुए आप देख सकते हो। നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു ഉയർച്ച വെളിപ്പെടുന്ന സമയത്ത് തന്നെയാണ് ഇതും വളർന്നു വരുന്നത്. आपके परिवार में एक आशीष प्रकट होने का समय होगा, तब ये पौधा भी बढ़ता उस समय आएगा। സഭയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വളർന്നു വരുന്ന സമയത്താണ് ഇതും വളർന്നു വരുന്നത്. परमेश्वर के कलीसिया में प्रभु के काम प्रकट होने पर होंगे, हालेलुया उस समय ये जंगली दाना भी हालेलुया बढ़ता जाता हुआ हम देख सकते हैं। പക്ഷേ ഗോതമ്പും കളയും തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ പോലും അത്രയും ഹല്ലേലൂയ നല്ല കൃഷിക്കാർക്ക് മാത്രമേ ഇതിനെ തിരിച്ചറിയാൻ പറ്റൂ. एक अच्छा किसान ही केवल हालेलुया जंगली हालेलुया पौधों को और गेहूं के पौधों को देखकर परख सकता है, जान सकता है। ഹല്ലേലൂയ. കാര്യം വളരെ പ്രയാസമായ കാര്യമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. हम वहां पर इस बात को देख सकते हैं कि ये काफी मुश्किल का काम है कि दोनों को हालेलुया समझना और पहचानना। ഒരു നല്ല കൃഷിക്കാരന് മാത്രമേ ഇതിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. केवल एक अच्छा किसान ही इन दोनों पौधों को देखकर परख सकता है, समझ सकता है। ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ എവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നത് ഹല്ലേലൂയ ഇത് തിരിച്ചറിയാൻ നല്ല കൃഷിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. इन दिनों में परमेश्वर के प्रियो, मैं आपसे कहना चाहता हूँ केवल अच्छे किसान ही इन बातों को समझ सकते हैं। അതുകൊണ്ട് ദൈവത്തിന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ദാസിമാർ, इसलिए इन दिनों में परमेश्वर के खेत में मेहनत करने वाले, खेती करने वाले प्रभु के दासों दासियों, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കട്ടെ. जब हमें जागना है उस समय हम जागते ही रहें, ദൈവത്തിന്റെ ശത്രു എപ്പോഴും കളകളുമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട്. क्योंकि हालेलुया परमेश्वर का शत्रु हालेलुया वो शैतान हमेशा हमारे चारों तरफ बीज को लिए घूम रहा है। രണ്ടാമത്തെ ദൂത്, കള പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല, വളരത്തില്ല. दूसरा संदेश और वाणी ये है कि ये जंगली बीज जो है एकदम से हम उसको नहीं समझ सकते, पहचान सकते, क्योंकि एकदम से वो बढ़ता नहीं है। നല്ലത് വളരുമ്പോൾ മാത്രമേ ഇതും കൂടെ വളരത്തുള്ളൂ.
देखो जब अच्छे बीज उगते हैं, बढ़ते हैं, केवल तभी ये जंगली बीज भी उसके साथ साथ दाना उगता है। മൂന്ന്, നല്ല കൃഷിക്കാരന് മാത്രമേ നല്ല ഗോതമ്പിനെ കളയെ തിരിച്ചറിയാൻ പറ്റൂ. तीसरी बात है कि केवल एक अच्छा किसान ही हालेलुया जंगली पौधों को और गेहूं के पौधों को देखकर समझ सकता है। ആത്മാക്കളെ വിവേചിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. आत्माओं को परखने वाले लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ, രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. क्योंकि ये दोनों पौधे दिखने में एक जैसे लगते हैं, ഹല്ലേലൂയ. പക്ഷേ ഇതിനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. मगर जो लोग इनको समझ लेते हैं, परख लेते हैं, उनके लिए मैं परमेश्वर का धन्यवाद करता हूँ। ഹല്ലേലൂയ. हालेलुया। കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് യജമാനന്റെ ദാസന്മാർ ഇതിനെ തിരിച്ചറിഞ്ഞത്. देखो काफी दिनों के बाद, काफी समय के बाद इस स्वामी के दासों ने समझा कि ऐसा भी हो रहा है। പിശാച് തന്റെ പ്രവൃത്തി ചെയ്ത് പെട്ടെന്നല്ല, ചില ദിവസങ്ങൾക്ക് പിന്നിലായിരുന്നു. शैतान ने जो अपना काम किया था वो एकदम से आकर नहीं करा, मगर कुछ दिन पहले था जो वो आकर करके गया है। കർത്താവ് എന്നോട് പറഞ്ഞു, ചില വ്യക്തി ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ, ചില സഭയ്ക്കകത്തുള്ള ചിലരെല്ലാം ജീവിതത്തിന്റെ അകത്ത് ഇന്ന് അല്ലെ നാളുകൾക്ക് പിന്നിൽ പിശാച് വിതച്ച കളകളുമായിട്ട് ചിലർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. हालेलुया। परमेश्वर की आत्मा ने मुझसे कहा कि हालेलुया कुछ लोग ऐसे हैं हालेलुया जिनके जीवन में शैतान काफी समय पहले ही वो बीज बो कर चला गया है, मगर आज उन विषयों को लेकर काफी संघर्ष कर रहे हैं, युद्ध लड़ रहे हैं। ഇന്ന് പലരുടെയും ജീവിതത്തിൽ അത് തല പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. और आज हालेलुया उस अनेक लोगों के जीवन में वो पौधा जो है बढ़ता आ रहा है। പക്ഷേ ഹല്ലേലൂയ, ഇന്ന് കർത്താവ് കഴിഞ്ഞ രാത്രി എന്റെ പ്രാർത്ഥന മുറിയിൽ പറഞ്ഞു, ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, സഭയിലൊക്കെ ഇട്ടിരിക്കുന്ന കളകളുടെ മേൽ ദൈവത്തിന്റെ കരം വീഴാൻ പോവുകയാണ്. यस, मगर परमेश्वर की आत्मा ने मुझसे कहा कल रात जब मैं अपने कमरे में प्रार्थना कर रहा था, प्रभु ने कहा कि शैतान ने जिन परिवारों में, व्यक्तियों में, कलीसिया में जो बीज है बोया है, उन पर परमेश्वर एक जय देने जा रहा है। ഒരു കാര്യം ഹല്ലേലൂയ, ഒരിക്കൽ ഹല്ലേലൂയ ദൈവദാസനോട് അല്ലെങ്കിൽ ഈ യജമാനനോട് ദാസന്മാർ ചോദിച്ചു, हालेलुया एक बार इन स्वामी से दासों ने पूछा, ഒന്ന് അനുവദിക്കാമോ ഈ കളയൊന്ന് പറിച്ചു കളയാൻ? हालेलुया क्या आप हमें अनुमति दोगे कि हम इस जंगली बीज को अभी उखाड़ दें और फेंक दें? യജമാനൻ വിലക്കി, ഇപ്പോൾ പറിക്കാൻ പറ്റത്തില്ല. उस स्वामी ने कहा कि नहीं, अभी हम इसको नहीं उखाड़ सकते। പറയുന്ന കാര്യം, നിങ്ങൾ കള പറിക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല ബോധമുമ്പോടെ അതിന്റെ കൂടെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. उनका कहना यह था कि जब तुम हालेलुया गेहूं के दाने को उखाड़ने की कोशिश करोगे, जंगली दाने को उखाड़ने की कोशिश करोगे, उसके साथ साथ गेहूं का भी दाना निकल जाएगा। പറയാൻ കാര്യം, ഇത് അല്ല, ഇതിന്റെ വേരുകൾ തമ്മിൽ പിണഞ്ഞിരിക്കുക. देखो अब हुआ क्या है कि इस गेहूं के पौधों की जड़ और जंगली दानों का जड़ जो है एक दूसरे से जुड़ चुका है। എന്റെ അർത്ഥം ഹല്ലേലൂയ, ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ വേരുകൾ പിണഞ്ഞിരിക്കുന്നത് പോലെയാണ് ചിലരുമായിട്ട് കളകൾ ചുറ്റിയിരിക്കുന്നത്. देखो अब इन दोनों पौधों का बीज जड़ जो है जमीन के नीचे एक दूसरे को पकड़ चुके हैं। इस वजह से ऐसे ही है कुछ लोगों के जीवन में हालेलुया इन पौधों ने या फिर जंगली विषयों ने पकड़ लिया है। അല്ലയ കളകൾ, അല്ലയ പൈശാചികമായ പല വിഷയങ്ങളും അല്ലയ മണ്ണിന്റെ ഇടയിൽ ഗോതമ്പിന്റെ വേരും കളയുടെ വേരും കൂടെ തമ്മിൽ പിണഞ്ഞിരിക്കുകയാണ്. हालेलुया उस मिट्टी के जमीन के नीचे जंगली दाने का जड़ और गेहूं के पौधे का जड़ जो है आपस में पकड़ चुके हैं। അപ്പോൾ നിങ്ങൾ കള പറിക്കുന്ന സമയത്ത് പറഞ്ഞു പോകുന്ന വേര് ഗോതമ്പിന്റെയും കൂടെ ആയിരിക്കാം. इसलिए जब जंगली दाने का पौधा जब उखाड़ कर फेंकने की कोशिश जब करेंगे, तो जड़ जमीन के नीचे पकड़े हुए के वजह से अच्छे दाने का जड़ भी निकल सकता है। പല വ്യക്തികളും വല്ലാത്ത വിഷയങ്ങൾക്കകത്ത് പെട്ടു നിൽക്കുന്ന അനുഭവത്തിലാണ് കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുന്നത്. परमेश्वर की आत्मा मुझे दिखा रही है कि कुछ लोग इस प्रकार काफी उलझे हुए विषयों में फंसे हुए हैं। പല കുടുംബങ്ങളും വല്ലാത്ത വിഷയങ്ങളിൽ അല്ലെ പെട്ടു നിൽക്കുകയാണ്. अनेक परिवार जो है इस प्रकार के अनेक विषयों में फंसे हुए हैं। എവിടെ അല്ലെ പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെ നല്ലതിനും ദോഷമുള്ള രീതിയിലാണ് നിൽക്കുന്നത്. देखो अब जंगली पौधा उखाड़ने की कोशिश करते समय मगर अच्छे पौधे भी उखड़ने की अवस्था में खड़े हैं। ഇവിടുത്തെ യജമാനൻ പറയുന്ന വാക്യതാണ്, मगर यहाँ का स्वामी इस प्रकार कहता है, കള കൊയ്ത്ത് വരെ വളരട്ടെ. देखो इस जंगली पौधों को भी कटनी के समय तक उसको बढ़ने दो। ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, परमेश्वर ने काफी महत्वपूर्ण बातें बताई हैं।
ഹല്ലേലൂയ. ഇന്ന് ഇവിടുത്തെ യജമാനൻ പറയുന്നത് ഇത് കൊയ്ത്ത് വരെ വളരട്ടെ. देखो यहाँ का स्वामी कहता है कि कटनी तक दोनों को साथ बढ़ने दो। ഇന്ന് എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, आज मुझे सुनने वाले प्रभु में आशीषित लोगों, ഹല്ലേലൂയ, നമുക്കൊരു പക്ഷേ കൊയ്ത്ത് വരെയും ഹല്ലേലൂയ വെയിറ്റ് ചെയ്യാൻ സമയം കാണത്തില്ല. हो सकता है कि कटनी के दिन तक इंतजार करने का समय हमारे पास नहीं होगा, അതുപോലെ പലരുടെയും ജീവിതത്തിൽ കള പിണഞ്ഞു കിടക്കുകയാണ്. क्योंकि इस प्रकार अनेक लोगों के जीवन में ये जो जड़ें हैं आपस में मिली पड़ी हैं। പല കുടുംബത്തിന്റെ അകത്ത് കള അല്ലെങ്കിൽ പിണഞ്ഞു കിടക്കുകയാണ്. अनेक परिवारों में जंगली पौधे जो हैं अलग अच्छे दानों के साथ मिले हुए हैं, നമ്മുടെ ദൈവം സർവശക്തനായതുകൊണ്ട് मगर हमारा परमेश्वर सर्वशक्तिमान है। നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ इसलिए यदि हम प्रार्थना करने के लिए तैयार है, നല്ല ഗോതമ്പിന് ഒരു കുഴപ്പവും വരാതെ, अच्छे गेहूं के दाने में या उस पौधे को कुछ हानि ना पहुंचते हुए, അല്ലിയ കളയെ തകർത്ത് ഗോതമ്പിനെ വേർതിരിക്കുന്ന സർവശക്തന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. जंगली पौधों को उखाड़ कर फेंक कर अच्छे गेहूं के दाने को बटोरने वाला परमेश्वर हमारा परमेश्वर है। प्रियो, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയണം. ये हाथों को उठाकर हालेलुया बोलेंगे। പല വ്യക്തികളുടെ മൈൻഡിൽ പിശാച് കളയിട്ടിരിക്കുക. अनेक व्यक्तियों के माइंड में, मन में शैतान ने जंगली बीज बो रखे हैं। പല വ്യക്തികളുടെയും സോളിന്റെ അകത്ത് പിശാച് കളയിട്ടിരിക്കുക. अनेक व्यक्तियों के प्राण में पर शैतान ने अपने बीज बो रखे हैं। പല കുടുംബത്തിന്റെ അകത്തും അല്ലിയ പിശാച് കളയിട്ടിരിക്കുക. अनेक परिवारों में शैतान ने अपना बीज बो रखा है। ഇതിലെ പല ദൈവദാസന്മാരും ദൈവമക്കളും ചില സഭയിലെ ആൾക്കാരെ ഓർത്ത് ദുഃഖിക്കുകയും പലരും പിശാച് കളയിട്ടിട്ട് അതിന്റെ പ്രവർത്തനമായതുകൊണ്ട് അല്ലെ അത് ദൈവപ്രവൃത്തി വേലയെ പോലും ബാധിച്ചു നിൽക്കിയ പല സഭകൾക്കും. देखो अनेक कलीसियाओं में परमेश्वर के दास लोग परमेश्वर के हालेलुया संतान काफी दुखी हैं, क्योंकि कुछ लोगों के अंदर शैतान ने अपने बीज बो रखे हैं। इस वजह से कलीसिया की सेवकाई प्रभु के कामों में भी वो असर करने लगा है। ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, कल रात परमेश्वर की आत्मा ने मुझसे कहा, എന്തായാലും കള കൊയ്ത്ത് വരെ വളരാൻ പോവുകയാണ്. देखो जो कुछ भी क्यों ना हो, ये जंगली दाना भी जो है, जंगली पौधा भी जो है कटनी तक बढ़ता जाएगा। ഞാൻ പറഞ്ഞു, കർത്താവ് എത്ര കാലം കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം? मैंने परमेश्वर से पूछा कि प्रभु कितना समय और इंतजार करना होगा। എന്നോട് ദൈവം പറഞ്ഞു, ദൈവം സർവശക്തനാണ്. परमेश्वर ने मुझसे कहा कि परमेश्वर सर्वशक्तिमान है। ദൈവം അല്ലിയ വേഷത്തിൽ മനുഷ്യനായ യേശു ഭൂമിയിൽ വന്നപ്പോൾ यीशु मसीह जब अपने वेश में हालेलुया एक मनुष्य का रूप धारण करके इस दुनिया में आए, പല വ്യക്തികളിലും പിശാചിട്ട കള താൻ അല്ലിയ തന്റെ ശക്തിയാൽ പുറത്തു കളയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. यस अनेक व्यक्तियों के जीवन में शैतान ने जो अपने बीज बो रखे थे, मगर यीशु ने अपने सामर्थ्य में उन जंगली बीजों को उखाड़ कर फेंकते हुए हमने देखा है। 12 സംവത്സരം രോഗിയായിരുന്ന സ്ത്രീ, 12 साल से वो बीमार स्त्री, 18 വർഷം അല്ലിയ കൂനിയായിരുന്ന സ്ത്രീ, 18 साल से जो स्त्री कुबड़ी थी, ബൈബിൾ പറയുന്നു പലരുടെ മേൽ പിശാചിട്ട കളയെ യേശു ഓരോന്നോരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. बाइबल कहती है कि शैतान ने हर एक व्यक्तियों के ऊपर जो अपने बीज बो रखे थे, एक एक करके यीशु ने उन बीजों को खत्म करते हुए हमने देखा है। സാത്താനിട്ട കളയ്ക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ, കുടുംബമുണ്ടോ ഇന്ന് ഞങ്ങളെ കേൾക്കുന്നത്? आज हमें सुनने वाले ऐसे कोई व्यक्ति हैं, परिवार है जो उस जंगली शैतान के बीजों में फंसे हुए हैं। അത് അല്ലിയ പിണഞ്ഞു കിടക്കുകയാണ്, ഒരിക്കലും അതിൽ നിന്ന് വിടുതലില്ലാത്ത വിഷയത്തിൽ കിടക്കുകയാണ്. क्या आप ऐसे विषय में फंसे हुए हैं जिसमें से कभी छुटकारा आपको नहीं मिल सकता है? നല്ല ഗോതമ്പിന് പരിക്കേൽക്കാതെ കളയെ പുറത്തു കളഞ്ഞ് നിന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ കരം ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. मगर हालेलुया विश्वास करे कि अच्छे दानों को निकाल कर हालेलुया बुरे दानों को, जंगली दानों को उखाड़ कर फेंकने वाला परमेश्वर का हाथ जो है आज आपके लिए प्रकट हो रहा है। ഓ, എന്നോട് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എത്ര പേർ തയ്യാറാണ്? यस मेरे साथ मिलकर कितने लोग परमेश्वर की स्तुति कर सकते हैं? ചില വ്യക്തികളിൽ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. कुछ व्यक्तियों के ऊपर परमेश्वर का अद्भुत काम प्रकट हो रहा है। ചില കുടുംബങ്ങളിൽ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. यस कुछ परिवारों में इस समय परमेश्वर का अद्भुत काम प्रकट हो रहा है। ചില സഭകളിൽ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. कुछ कलीसियाओं में परमेश्वर के अद्भुत काम प्रकट हो रहे हैं। ദൈവമേ, ഞങ്ങൾക്ക് ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉണർന്നിരിക്കാൻ പറ്റിയില്ല, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. परमेश्वर जब हमें जागना था हम जाग नहीं पाए, आप हमें माफ कर दें। ദൈവമേ, അല്ലിയ പിശാച് വന്നതും പോയതും കളയിട്ടതും ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവേ. परमेश्वर शैतान जो आया, जो वो गया, जो उसने हमारे अंदर बीज डाला, ये सब हमने नहीं जाना। ദൈവമേ, 2021 ഞങ്ങളുടെ വളർച്ചയുടെ വർഷമാണ്. परमेश्वर 2021 हमारी बढ़ोतरी का एक साल है। ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ കള വളർന്നുകൊണ്ടിരിക്കുക കർത്താവേ.
मगर इस समय शैतान के डाला हुआ वो बीज जो है वो भी हमारे अंदर बढ़ रहा है। കർത്താവേ, ഇത് ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്നില്ല. पिता परमेश्वर, हम अपने आप से इस जंगली बीज को उठाकर नहीं फेंक पा रहे हैं। ഇത് ഞങ്ങൾ പറിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം ദോഷം ഉണ്ടാകുകയാണ്. परमेश्वर, जब हम इसको उखाड़ने की कोशिश करते हैं तो हमारे जीवन में और बुराइयां होने लग रही हैं। സർവശക്തിയാൽ ഇതിനെ ഒന്ന് പറിച്ചെടുക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്? मगर कितने लोग आज प्रार्थना कर सकते हैं कि है परमेश्वर, आपके उस सामर्थी हाथ से उस जंगली पौधों को उखाड़ कर फेंक दें। ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒന്ന് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചോട്ടെ. यस, जो लोग एक छुटकारा अपने जीवन में चाहते हैं वे लोग अन्य भाषाओं में प्रार्थना करना शुरू करें। വേറെ ദൈവത്തിന്റെ വിടുതലിന്റെ സമയങ്ങളായി. हालेलुया। प्रियो, इन दिनों में परमेश्वर के छुटकारे के दिन हैं। വ്യക്തിപരമായി കുടുംബമായി നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങളുടെ മേലേക്ക് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നുണ്ട്. व्यक्तिगत तौर से, पारिवारिक तौर से जिन विषयों का सामना आप इन दिनों में कर रहे हैं उस पर परमेश्वर की आग उतर कर आ रही है। ഹല്ലേലൂയ. हालेलुया। നല്ല യജമാനനാണ് നമ്മുടെ യജമാനൻ. हमारा स्वामी एक अच्छा स्वामी है। നമ്മൾ അവന്റെ ദാസന്മാരും ദാസിമാരും. हम सब उसके दास दासी हैं। ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കട്ടെ. നമ്മൾ इन दिनों में हम जागते रहें। ഉണർന്നിരുന്നാൽ പിശാച് വരും, പക്ഷേ അടുക്കത്തില്ല, കളയിടത്തില്ല. हालेलुया। अगर हम जागते रहेंगे तो शैतान आएगा तो सही, मगर वो अपना बीज नहीं डाल पाएगा। ഈ നിമിഷം വരെ സാത്താൻ വെതറിയ ചില കളകടമേൽ കർത്താവിനെ കാണിച്ചത് സ്വർഗത്തിന്റെ അഗ്നി അതിന്റെ മേൽ വെളിപ്പെട്ടിട്ടുണ്ട്. हालेलुया। इस समय तक शैतान ने जितने बीज बोए थे, परमेश्वर की आत्मा ने मुझे दिखाया कि स्वर्ग की आग उन विषयों में उतर चुकी है। ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ മക്കളെ, കർത്താവ് നമ്മളെ സഹായിക്കാൻ പോകുകയാണ്. परमेश्वर की प्रियो, परमेश्वर हमारी सहायता करने जा रहे हैं। അതുകൊണ്ട് ഈ വയലിൽ നിൽക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നു, इसलिए इस खेत में खड़े हुए लोगों से परमेश्वर की आत्मा कह रही है, നമ്മളായിരിക്കുന്ന ദൈവരാജ്യമാകുന്ന വയലിലാണ്. हम परमेश्वर के राज्य रूपी उस अच्छे खेत में हैं। സഭയായിരിക്കുന്ന വയലിലാണ് നാം ആയിരിക്കുന്നത്. कलीसिया रूपी उस अच्छे खेत में हम बोए गए हैं। നാം ആയിരിക്കുന്ന വിത്തിനെ ദൈവമാണ് തിരഞ്ഞെടുത്തത്. हम जो एक बीज है, परमेश्वर ने हमें चुना है। പേരെ ഹല്ലേലൂയ. നട്ടത് ഒരു പക്ഷേ പൗലോസ് ആയിരിക്കാം. हो सकता है कि पौलुस ने उस बीज को बोया हो, വെള്ളം ഒഴിച്ചത് അപ്പൊല്ലോസ് ആയിരിക്കാം. अपोल्लोस ने उसको सींचा हो। അർത്ഥം നമ്മളെ നട്ടത് വേറെ ഏതെങ്കിലും ദൈവദാസന്മാരായിരിക്കാം. हो सकता है कि हमें किसी और परमेश्वर के दासों ने हमें यहाँ बोया है। ഇന്ന് വെള്ളം നിങ്ങളുടെ മേൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ഒരുപക്ഷെ ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാരായിരിക്കാം. या फिर आज हमारे जैसे परमेश्वर के दास लोग आपको सींच रहे होंगे, आपको पानी दे रहे होंगे। പക്ഷേ വളരുമാറാക്കുന്നത് സ്വർഗത്തിന്റെ ദൈവമാണ്. मगर केवल और केवल बढ़ाने वाला परमेश्वर वो स्वर्ग का परमेश्वर है। സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വളരുമാറാക്കുന്ന ദൈവമാണ്. स्वर्ग का परमेश्वर आपको बढ़ाने पाए। ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞാൻ കുറെ അധികം സമയങ്ങൾ പ്രാർത്ഥിച്ചു. कल रात मैं बहुत देर तक प्रार्थना करता रहा। കർത്താവ് എന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഈ കളകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. हालेलुया। इस जंगली बीज के बारे में परमेश्वर की आत्मा ने काफी सारी बातें मुझे बताई। ദൈവത്തിന്റെ മക്കളെ, വലിയൊരു വിടുതൽ കർത്താവ് അയക്കാൻ പോകുകയാണ്. परमेश्वर के लोगों, इन दिनों में परमेश्वर एक अद्भुत छुटकारा देने जा रहे हैं। ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, मैं आप लोगों से कहना चाहता हूँ, ഹല്ലേലൂയ, നല്ല വിത്തായ നിങ്ങളെ आप जो अच्छे बीज हैं, 30, 60, 100 മേനിയായി കർത്താവ് വളർത്താൻ ആഗ്രഹിക്കുന്നു. परमेश्वर आप लोगों को 30 गुना, 60 गुना, 100 गुना फलवंत करना चाहते हैं। ഈ വളർത്തുന്ന പ്രോസസ് പൗലോസിന്റെ കയ്യിലല്ല. बढ़ाने वाली प्रक्रिया जो है वो पौलुस के हाथों में नहीं है। വളർത്തുന്ന പ്രോസസ് അപ്പൊല്ലോസിന്റെ കയ്യിലല്ല. बढ़ाने वाली प्रक्रिया अपुल्लोस के हाथ में भी नहीं है, വളർത്തുന്നവൻ ദൈവമാണ്. क्योंकि बढ़ाने वाला केवल और केवल परमेश्वर है। നിങ്ങളെ വളർത്താൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവമാണ്. आपको बढ़ाने वाला वो सर्वशक्तिमान परमेश्वर है। അത് ഭയങ്കരമായിട്ട് നിങ്ങളെ വളർത്താൻ പോകുക. വിശ്വസിക്കുന്നവരാമേ പറയുന്നു. यस, हालेलुया। आपको परमेश्वर बहुत आयत से बढ़ाने जा रहा है। जो लोग विश्वास करते हैं, ആത്മീയമായിട്ട് സ്വർഗം നിങ്ങളെ വളർത്താൻ പോകുകയാണ്. आत्मिक तौर से परमेश्वर आपको बढ़ाएगा। ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും സ്വർഗം നിങ്ങളെ വളർത്താൻ പോവുകയാണ്. आपके जीवन की हर एक मंडली में परमेश्वर आपको बढ़ाएगा। ഹല്ലേലൂയ. हालेलुया। എന്നിട്ട് പൗലോസ് പറയുകയാണ്, फिर पौलुस कहते हैं, അടുത്ത് പറയുന്നത് നിങ്ങൾ കർത്താവിന്റെ മന്ദിരം. फिर हालेलुया कहा गया है कि तुम परमेश्वर के मंदिर हो। പിന്നെ അതിനകത്ത് പൗലോസ് പറയുന്നു, ഞാൻ അതിന്റെ അകത്ത് ഒരു പ്രധാന ശില്പിയാണെന്ന് പറയുന്നത്. हालेलुया। पौलुस इस प्रकार कहते हैं कि उसमें मैं एक महत्वपूर्ण राजमिस्त्री हूँ। പിന്നെ 10ാം വാക്യം തൊട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 10वें पद से लेकर हम फिर उस भागों को देखते हैं। അടുത്ത് പറയുന്നു, പൗലോസ് പറയാണ് 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാനൊരു ശില്പിയാണ്.
हालेलुया 11वें पद में, हालेलुया 10वें पद में पौलुस कहते हैं कि मैं एक बुद्धिमान राजमिस्त्री के समान हूँ। ഹല്ലേലൂയ. കാര്യം ദൈവം എന്നെ ഒരു ശില്പിയാക്കിയ. परमेश्वर ने मुझे उस अच्छे राजमिस्त्री के समान मुझे बनाया है। പക്ഷേ ഇതിനകത്ത് ഒരു അടിസ്ഥാനമുണ്ട്. അത് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നുമില്ല. देखो मगर यहाँ पर एक अच्छी नींव डाली गई है, वो यीशु मसीह रूपी उस नींव पर हमें बनाना है। അതിന്റെ മുകളിലാണ് പണി നടക്കുന്നത്. अब इस यीशु रूपी अच्छे नींव के ऊपर हमारा ऊपर का काम चलता है। പൗലോസ് ഇതിന്റെ അകത്ത് ഒരു ശില്പിയാണ്. पौलुस जो है एक राजमिस्त्री हैं। ഇവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സ് എല്ലാം ശില്പികളാ ദൈവത്തിന്റെ. यहाँ पर बैठे हुए हर एक पासवान परमेश्वर के राजमिस्त्री हैं। ഹല്ലേലൂയ. കർത്താവ് ഒരു അടിസ്ഥാനമേ ഇതിന്റെ അകത്തുള്ളൂ. इसमें केवल और केवल एक ही नींव है जो प्रभु ने डाली है। അടിസ്ഥാനം യേശു മാത്രമായിരിക്കും. नींव जो है वो केवल और केवल यीशु मसीह रहेंगे। അതിന്റെ മുകളിലോട്ടുള്ള പണിക്കാരാ നമ്മൾ. और उसके ऊपर का जो काम होगा उसके लिए हमें बुलाया है। ഹല്ലേലൂയ. പണിയുന്നത് ഏത് വസ്തു കൊണ്ടാണ്? हालेलुया किन वस्तुओं से हम उस घर को बनाते हैं? ചിലര് വിലയേറിയ വസ്തു കൊണ്ട് പണിയുന്നു. कुछ लोग काफी बहुमूल्य वस्तुओं से अपना काम बनाते हैं। ചിലര് വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് പണിയുന്നു. कुछ लोग जो तुच्छ वस्तुओं से अपना घर बनाते हैं। ചിലര് ബന്ധു പോകുന്ന വസ്തുക്കൾ കൊണ്ട് പണിയുന്നു. कुछ लोग हालेलुया आग में भस्म होने वाली वस्तुओं से बनाते हैं। ചിലര് ബന്ധു പോകാത്ത വസ്തുക്കൾ കൊണ്ട് പണിയുന്നു. कुछ लोग ऐसी वस्तुओं से बनाते हैं जो आग में हालेलुया भस्म नहीं हो सकता। ഇതിന്റെ അകത്ത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇതൊന്നും വെന്ത് പോകാത്തതാണ്. देखो इसमें हम जानते हैं सोना, चांदी या बहुमूल्य पत्थर ये आग में जलकर खत्म नहीं हो सकता है। അപ്പോൾ ഇതിന്റെ അകത്തുള്ള പ്രധാന ശില്പികളെല്ലാം അറിയണം. इसमें के हर एक राजमिस्त्री आप इन बातों को समझ ले। അടിസ്ഥാനം ക്രിസ്തു ആയിരിക്കും. हमारा नींव जो है वो मसीह होगा। അപ്പോൾ ഈ പണിയുന്നവരുടെ എല്ലാ ദാസിദാസന്മാരും കേൾക്കണം, പണിയുന്നവരുടെ എല്ലാം പ്രവൃത്തി വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. देखो हर एक परमेश्वर के दासी लोग अच्छे से सुने, हालेलुया सब लोगों के काम एक दिन जरूर प्रकट होंगे। ആ ദിവസം അതിനെ തെളിയിക്കും. देखो वो दिन आएगा जब हालेलुया हमारे कामों को वो साबित करेगा, प्रकट करेगा। അത് തീയോടെയാണ് വെളിപ്പെട്ട് വരുന്നെന്ന് പറയാം. लिखा गया है कि आग में उसको परखा जाएगा। അപ്പോൾ തീയിലാണ് നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്നത്. आग में हमारे कामों को परखा जाएगा। ഇതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത് രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. और यहाँ पर मुझे ये बात समझ आ गई है कि हमारा उद्धार जो है वो नष्ट नहीं होता, പക്ഷെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉണ്ട്. मगर प्रतिफल नष्ट होगा करके लिखा है। അവിടെ 14 വാക്യം പറഞ്ഞ എങ്കിൽ അവന് പ്രതിഫലം കിട്ടുമെന്ന്. हालेलुया 14वें पद में लिखा है अगर ऐसा है तो वो मजदूरी पाएगा। പ്രതിഫലം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. देखो प्रतिफल जो है वो काफी महत्वपूर्ण है प्रियो। അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന്മാരോടും ദൈവമക്കളോടും ഞാൻ എന്റെ വാക്കുകളൊക്കെ നിർത്താൻ പോവുകയാണ്. मैं अपने शब्दों को समाप्त करने जा रहा हूँ, പക്ഷെ നിങ്ങൾ ഇനി കേൾക്കേണ്ട ഒരു വാക്യതാണ്. मगर आप इस बात को सुनिएगा। നിങ്ങൾ കൃഷിയിൽ സഹായിക്കുന്ന ദാസന്മാര് മാത്രമല്ല, വയല് മാത്രമല്ല. आप खेती में या उस खेत में सहायता करने वाले केवल दास या खेत ही नहीं हो, നിങ്ങളെല്ലാം പ്രധാന ശില്പികളുമാണ്. मगर आप सब लोग एक महत्वपूर्ण राजमिस्त्री भी हो। ഇവിടെ യഹോവയാണ് വീട് പണിയുന്നത്, അല്ലെങ്കിൽ ആലയം പണിയുന്നത്. यहाँ पर परमेश्वर है जो अपना भवन बना रहे हैं। കൂടെ നിന്ന് സഹായിക്കുന്നവരാണ് നമ്മൾ. हम सब लोग उसके सहकर्मी हैं, साथ खड़े होकर सहायता करते हैं। ഒറ്റ അടിസ്ഥാനത്തിലാണ് പണി നടക്കുന്നത്. केवल एक ही नींव है, उसके ऊपर काम चल रहा है। ഇന്നലെ രാത്രിയിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, कल रात भी परमेश्वर की आत्मा ने मुझसे कहा അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. एक दिन आएगा जब सबके काम प्रकट होंगे। ആ ദിവസം അതിനെ തെളിയിക്കും. उस दिन वो उस कामों को प्रकट करेगा। തീ കൊണ്ടാ ദൈവം അതിനെ ശോധന ചെയ്യുന്നത്. आग में होकर हर एक लोगों को परखा जाएगा। അതുകൊണ്ട് നിന്റെ പ്രവൃത്തി നിലനിൽക്കണമെന്ന് പിന്നെയും കർത്താവ് പറയാൻ തുടങ്ങി. परमेश्वर कहते हैं कि आप अपने कामों को स्थिर करें। പ്രതിഫലം കിട്ടും, എങ്കിൽ പ്രതിഫലം കിട്ടും. अगर आपका काम स्थिर रहेगा हालेलुया तब आपको प्रतिफल मिलेगा। യേശുവിന്റെ ഉപദേശം കഠിനമായപ്പോൾ യേശുവിനെ വിട്ട ആൾക്കാർ പോയി. देखो यीशु मसीह की शिक्षा जब कठिन होने लगी तब लोग यीशु को छोड़कर चले गए। ദിവസങ്ങളിൽ ഉപദേശം കഠിനമാക്കുന്നിടത്ത് ആളുകൾ നിൽക്കത്തില്ല.
इन दिनों में उपदेश जहां पर कठोर होता है वहां पर लोग नहीं टिकते हैं। ഹല്ലേലൂയ. ഉപദേശം കഠിനമായപ്പോൾ യേശുവിനെ വിട്ട ആളുകൾ പോയെന്ന ബൈബിളിൽ പറയുന്നു. बाइबल में लिखा है कि यीशु मसीह के संदेश जब थोड़ा सा कठिन होने लगा तब लोग यीशु को छोड़कर चले गए। അതുകൊണ്ട് ദൈവത്തിന്റെ എല്ലാ ശില്പികളും അറിയട്ടെ, इसलिए यीशु मसीह के हर एक राजमिस्त्री इस बात को समझ लें, നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന തീ കൊണ്ടായതുകൊണ്ട് हमारे कामों को परखने के लिए परमेश्वर ने जो एक आग रखा है, നമ്മൾ പണിതതെല്ലാം നിലനിൽക്കണം. इसलिए जो कुछ हमने इस दुनिया में रहते समय बनाया है वो सब कुछ स्थिर रहे, എങ്കിലും മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടൂ. केवल हमारे काम स्थिर होंगे, हालेलुया, तो ही हमें प्रतिफल मिलेगा। അതുകൊണ്ട് യേശുവിന്റെ ഉപദേശം പോലും കഠിനമായപ്പോൾ ജനം വിട്ടുപോയെങ്കിൽ, हालेलुया, दूसरी बात, यीशु के शिक्षा जब कठिन होने लगी तब लोग उसको छोड़कर चले गए। എന്റെ ഒരു ആശയമല്ല, എന്നോട് ദൈവം പറഞ്ഞൊരു ദൂതാണ് ആളുകളെ കൂട്ടാൻ വേണ്ടി അല്ലെ ദൈവത്തിന്റെ ഉപദേശങ്ങളെ നിസ്സാരമാക്കി അല്ലെങ്കിൽ സരളമാക്കി മാറ്റേണ്ട കാര്യമില്ല. ये हालेलुया, परमेश्वर ने मुझसे साफ साफ कहा है कि लोगों को इकट्ठा करने के लिए, हालेलुया, उनको उनके मन भावना संदेश सुनाकर उनको इकट्ठा करने की जरूरत नहीं है। ഹല്ലേലൂയ. തീ കൊണ്ടാണ് ആ ദിവസത്തിൽ ദൈവം ശോധന ചെയ്യുന്നത്. हालेलुया, उपदेशों में कोई समझौता करने की जरूरत नहीं है, क्योंकि एक दिन आएगा जब आग से उनके काम परखे जाएंगे। ചിലര് വിലയേറിയ വസ്തുക്കൾ കൊണ്ട് പണിയാൻ പോവുകയാണ്. कुछ लोग बहुमूल्य वस्तुओं से इस भवन को बना रहे हैं, ചിലര് വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് പണിയും. कुछ लोग तुच्छ वस्तुओं से इस भवन को बना रहे हैं, ചിലർ ഉപയോഗിക്കുന്നതാണ് പുല്ല്, कुछ लोग इस्तेमाल कर रहे हैं घास, ചിലർ ഉപയോഗിക്കുന്നതാണ് വൈക്കോല്, कुछ लोग हालेलुया खाट को इस्तेमाल करते हैं। ഹല്ലേലൂയ. ബൈബിൾ പറയാണ് ഇതൊക്കെ തീയിൽ കത്തിപ്പോകുന്നതാണ് പുല്ലും വൈക്കോലും ഒക്കെ. देखो, घास या फूस ये सब जो है आग में जलकर खत्म हो जाएगा, പക്ഷെ തീയിൽ ശക്തമായി മാറുന്നതാണ് പൊന്ന് വെള്ളിയല്ല. मगर आग में बहुत अधिक और चमकने वाली वस्तुएं हैं सोना या चांदी। ഇവരെ ഈ പുല്ലെന്നൊക്കെ പറയുമ്പോൾ അത് വില കുറഞ്ഞതായതുകൊണ്ട് വലിയ കാര്യങ്ങൾ പണിയാൻ പറ്റും പുല്ലുകൊണ്ടൊക്കെ. देखो, घास जो है वो एक तुच्छ वस्तु है, कोई कीमत उसका नहीं है, इसलिए बहुत सारे चीज उससे बना सकते हैं। വൈക്കോലൊക്കെ വില കുറഞ്ഞതായതുകൊണ്ട് അതുകൊണ്ടൊക്കെ വലിയ കാര്യങ്ങൾ പണിയാൻ പറ്റും. ये फूस जो है वो भी बहुत ही कीमती नहीं है, इस वजह से उससे भी बहुत सारी चीजें बना सकते हैं। നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലരും ഉണ്ട്. इस केवल भारत में ही नहीं मगर दुनिया में ऐसे काफी लोग हैं। നമ്മൾ പറഞ്ഞിട്ടില്ലേ, അയ്യോ എന്തൊരു വലിയ സംഭവം അവരുടെ ചർച്ചയ്ക്ക്. हम बोलते हैं ना कि हालेलुया, देखो उनकी कलीसिया, देखो कितनी बड़ी कलीसिया है, क्या बड़े बड़े काम वो कर रहे हैं, ചിലതൊക്കെ അതിന്റെ അകത്ത് പലതും വൈക്കോലാണ്, मगर उसमें से अनेक बातें जो हैं उस फूस के समान है, പലതും പുല്ലിന് തുല്യമായിട്ട് നിൽക്കുക. अनेक वस्तुएं जो हैं घास के समान है। പ്രിയരെ, ഒരുപക്ഷെ നിന്റെ പണിയിൽ ഹല്ലേലൂയ ഒരുപക്ഷെ നീ പൊന്നിനെയാണ് ഉപയോഗിക്കുന്നത്. क्या आप लोग अपने काम के लिए सोने का इस्तेमाल करते हैं? ഹല്ലേലൂയ. അതൊക്കെ ഏറ്റവും പ്രതിഫലമുള്ളതായി മാറുമെന്ന് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്. परमेश्वर का वचन कहता है कि वो सब कुछ काफी प्रतिफल देने वाली वस्तुएं होंगी। അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവരും ഒന്ന് കേട്ടോട്ടെ. मेरी बातों को सब लोग एक और बात ध्यान से सुनेगा। എല്ലാവരും ശ്രദ്ധിച്ചേ. ഈ അന്ത്യ सब लोग സമയത്ത് इन अंतिम दिनों में നിങ്ങൾ കാണണം, യേശു വന്നിരിക്കുക. आप देखो यीशु मसीह आए हुए हैं। കാര്യം ഞാൻ ഇന്നലെ ഇത് ഇങ്ങനെയാ ചിന്തിച്ചത്. कल मैंने इस प्रकार इस वचन में से मनन किया। ചിലരൊക്കെ ഇങ്ങനെ വലിയ നമ്മൾ കണ്ടിട്ടില്ലേ, വൈക്കോലും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുക. कुछ लोग फूस को लेकर आकर खड़े हुए हैं। നമ്മള് ഈ കേരളത്തിലൂടെ ഇന്ത്യയിലൂടെ ഒക്കെ ഇങ്ങനെ ലോറിയിൽ ഈ കച്ചി വൈക്കോൽ കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. और हम केरला में हो या फिर गांव इलाके में जब जाते हैं तो वहां पर घास फूस जो है काफी ट्रकों में भरकर लेकर जाते हुए हम देख सकते हैं। ഈ കൃഷി കഴിഞ്ഞിട്ട് വൈക്കോൽ ഇങ്ങനെ വഴി കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. हालेलुया, पूलियों को हालेलुया खेती के बाद कटने के बाद पूलियों को ट्रक में लेकर जाते हुए हमने देखा है। അത് പോകുമ്പം ലോറിയൊക്കെ വഴി നിറഞ്ഞാ പോകുന്നു. हालेलुया, जब वो भर के लेकर जाते हैं तो पूरा मार्ग में ट्रक भर भर के लेकर जाते हैं। ചിലര് സ്വർഗത്തിൽ വരുമ്പോ ഇങ്ങനെ വന്നിരിക്കുന്നു. कुछ लोग स्वर्ग में जब जाएंगे तो ऐसे ही होंगे, പക്ഷേ ഇത് തീയുടെ അടുത്ത് വരുമ്പോ मगर काफी बड़ा बड़ा सा लगेगा, मगर जैसे ही ये आग के पास पहुंचेगी, ഇത് ഒരു നിമിഷം കൊണ്ട് ഇത് ചാരമായി. 1 मिनट के अंदर पूरा घास फूस जो है जल के राख हो जाएगा। പക്ഷെ ചിലര് വരും, मगर कुछ लोग आएंगे, അവരുടെ കയ്യിൽ 2-3 പൊന്ന് മാത്രമേ ഉള്ളൂ.
उनके पास केवल 2 या 3 सोना होगा, വെളിയിൽ കാണിക്കാൻ ഒന്നും കാണത്തില്ല. बाहर दिखाने लायक कुछ तो नहीं होगा, പക്ഷെ പലരുടെയും കത്തി പോകുമ്പോൾ, मगर अनेक लोगों का घास फूस जब जलकर खत्म हो जाता है, എങ്കിൽ ഹല്ലേലൂയ അത് കത്തി പോകുമ്പോൾ, जब वो जल के राख हो जाता है, വൈക്കോല് കത്തി പോകുമ്പോൾ, जब घास जलकर राख हो जाता है, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നത് ചിലരുടെ പൊന്ന് വിളങ്ങാൻ പോകുകയാണ്. परमेश्वर का वचन कहता है कि जिन लोगों के पास सोना है, जिन हालेलुया वो और शोभित होने जा रहा है. ഹല്ലേലൂയ അവരുടെ കൂട്ടത്തിലായിരിക്കട്ടെ നമ്മളൊക്കെ. हम भी उन लोगों के गिनती में आने पाए. ഹല്ലേലൂയ ചിലരുടെ പൊന്ന് വിളങ്ങാൻ പോകുകയാണ്. कुछ लोगों के सोने जो है और अधिक चमकने जा रहे हैं. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. एक और बार मैं उसको दोहराऊंगा. പലരുടെയും വൈക്കോലുകൾ കത്തും. अनेक लोगों के जो घास फूस है उस दिन आग के सामने जलकर खत्म हो जाएगा. വൈക്കോലുകൾ കത്തും. घास फूस जलकर राख हो जाएगा. പുല്ല് കത്തിപ്പോകും. घास जलकर राख हो जाएंगी. പക്ഷെ പൊന്ന് മാത്രമാണ്, ഈ പൊന്നും വെള്ളിയൊക്കെയാണ് ഇതിന്റെ അകത്ത് മറുകര കിടക്കുന്നത്. मगर सोना चांदी आग में से जब गुजरेगा तो वो और प्रकाशित होकर बाहर निकलेगा. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ എന്തുകൊണ്ടാ പണിയെന്ന് നാം ചിന്തിക്കട്ടെ. इसलिए हम अपने आप को परख ले कि हम किन वस्तुओं से इस भवन को बना रहे हैं. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, ഞാൻ വൈക്കോലാണ്. हालेलुया. हम यहाँ पर जो बैठे हैं, हमें अपने आप को परख कर देखना है, क्या मैं एक घास हूँ, ഞാൻ വൈക്കോലാണോ, क्या मैं वो घास फूस के समान हूँ, അതോ ഞാൻ പുല്ലാണോ, क्या मेरा जीवन उस घास के समान है, അതോ ഞാൻ പൊന്നാണോ, या फिर मैं मेरा जीवन जो है एक सोने के समान है, അതോ ഞാൻ വെള്ളിയാണോ, या मेरा जीवन क्या एक चांदी है, അതോ ഞാൻ വിലയേറിയ കല്ലാണ്. या फिर मेरा जीवन क्या बहुमूल्य पत्थर के समान है. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കണം. इन दिनों में आप लोग भी इन बातों को परखे. പലരും വൈക്കോല പ്രിയരെ, अनेक लोग घास फूस है प्रियो, പലരും പുല്ല, अनेक लोगों का जीवन उस घास के समान है, ചിലരാണ് വിലയേറിയ കല്ല്. मगर केवल कुछ ही लोग हैं जो बहुमूल्य पत्थर के समान है. വളരെ കുറച്ചു പേര് മാത്രമാണ് പൊന്നിന് തുല്യമായി നിൽക്കുന്നത്. बहुत ही कम लोग हैं जिनका जीवन उस सोने के समान है. എല്ലാവരോടും ഞാനൊരു കാര്യമാണ് പറയുന്നത്. मगर सब लोगों से मैं एक ही बात कहना चाहता हूँ. നമുക്കെല്ലാം മുന്നിൽ ഒരു തീയുടെ ശോധനയുണ്ട്. हम सब के आगे एक आग में से हालेलुया हमारा परखने का समय आएगा. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനായിരിക്കട്ടെ. इसलिए बड़े प्रार्थना के साथ हम प्रभु की उपस्थिति में जिए. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. एक पल हम प्रार्थना करें. നമ്മുടെ കണ്ണുകളൊക്കെ ദൈവസ്ഥനെ അടയ്ക്കാം. हम अपनी आंखों को बंद करें. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. परमेश्वर आप सब लोग की सहायता करने पाए. ഈ ദൂതന്റെ മുമ്പിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? सुने हुए वचनों के सम्मुख क्या अपने आप को समर्पित कर सकते हैं? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. मैंने जिस प्रकार बताया कि हम परमेश्वर के सहकर्मी हैं, നമ്മള് ദൈവത്തിന്റെ വായലാണ്, हम परमेश्वर की खेती हैं, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. हम परमेश्वर के मंदिर है. വായലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, खेत के बारे में मैंने बताया, മന്ദിരത്തെ കുറിച്ച് പറഞ്ഞു. मंदिर के बारे में मैंने बताया. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. हमारी नींव मसीह है. അതിന്റെ അകത്ത് നീ വൈക്കോലാണോ നീ പൊന്നാണോ, നിന്നെ തന്നെ ശോധന ചെയ്യട്ടെ. उसमें आप क्या हालेलुया घास हैं या फिर आप उस सोने के समान हैं. എന്നിൽ ഓർത്തോണം, അന്ത്യനാളിൽ തീയിലാണ് നമ്മളെ ദൈവ ശോധന കഴിക്കാൻ പോകുന്നത്. इस बात को आप समझ ले और जान ले कि अंतिम दिनों में उस आग में से परमेश्वर हमें परखने जा रहा है. ഇതിന്റെ അകത്ത് പാസ്റ്റേഴ്സിനോട് ദൈവദാസിമാരുടെ ഒക്കെ ദൂതുണ്ട്. इस संदेश में हर एक पासवानों से, परमेश्वर के दासियों से भी संदेश है. നിങ്ങൾ പണിയുമ്പോൾ ഒരിക്കലും വൈക്കോലിട്ടുകൊണ്ട് പണിയരുത്. जब आप इस परमेश्वर के भवन के काम में लगे हो, कभी भी घास को लेकर अपने काम को ना बनाए. ഇതിന്റെ അകത്ത് ദൈവമക്കളോട് ദൂതുണ്ട്. परमेश्वर के लोगों के लिए संदेश है. നിന്നെ തന്നെ ശോധന ചെയ്യണം, നീ വൈക്കോലാണോ നീ പൊന്നാണോ. आप अपने आप को हर दिन परखते रहे और हालेलुया आप अपने आप को जांचे कि क्या आप सोने के समान है या उस घास फूस के समान हो. കാര്യം ആ ദിവസം വെളിപ്പെട്ട് വരുന്നത് തീയിലൂടെയാണ്. क्योंकि वो दिन आएगा जब आग में से परखा जाएगा. ഹല്ലേലൂയ. നീ തീയിൽ കത്തിപ്പോയാൽ നിനക്ക് പ്രതിഫലമില്ല. यदि आग में आप जलकर राख हो जाओगे तो फिर आपके लिए कोई प्रतिफल नहीं है. നീ തീയിൽ മറികടന്ന് അക്കരെ വരുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ട്. यदि आप उस आग रूपी परीक्षा में से होकर जयवंत रूप से बाहर निकलते हैं तो आपको प्रतिफल मिलेगा. നമുക്ക് നമ്മളെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. हम अपने आप को प्रभु के हाथों में समर्पित करेंगे.
ഒരു നിമിഷം എല്ലാ കണ്ണുകൾ അടച്ചോട്ടെ. एक पल सारी आंखें बंद हो जाएं। കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുന്നു. परमेश्वर हम सब लोग आपके निकट आते हैं। ദൈവമേ, അവിടെ നിന്നാണല്ലോ പ്രധാന ആള്. परमेश्वर आप ही महत्वपूर्ण भाग हो। യജമാനനെ, ഞങ്ങൾ അങ്ങയെ സഹായിക്കുന്ന ദാസന്മാരുമാണ്. है स्वामी, हम केवल आपकी मदद करने वाले हालेलुया दास दासी हैं। ഉണർന്നിരിക്കേണ്ട സമയത്ത് ഞങ്ങൾ ഉറങ്ങിയവരാണ്. परमेश्वर ने एक बार जब हमें जागना था हम सो गए थे। ഇന്ന് പിശാചിട്ട പല കളകളുടെ വിപത്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. उन समय में शैतान के बोए हुए हरेक जंगली बीजों के हालेलुया दुष्कामों को हालेलुया उस बुराइयों को आज भी हम झेल रहे हैं। പക്ഷെ അവിടുത്തെ തീ ചില കളകളുടെ മേൽ ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്ക് നന്ദി. मगर परमेश्वर आपके स्वर्गीय आग उस जंगली बीज के ऊपर उतर कर आया है, इसलिए धन्यवाद करते हैं। ദൈവമേ, അവിടുന്ന് പ്രധാന ശില്പിയാണല്ലോ. परमेश्वर आप ही हालेलुया उस मुख्य महत्वपूर्ण राजमिस्त्री हो। അങ്ങയുടെ കൂടെ ഞങ്ങളെ ശില്പികളാക്കിയതിന് നന്ദി. परमेश्वर आपके साथ साथ हमें भी आपने राजमिस्त्री बनाया है, इसके लिए हम धन्यवाद करते हैं। ദൈവമേ, ഞങ്ങൾ യേശു എന്ന അടിസ്ഥാനത്തിൽ ചിലത് പണിതുകൊണ്ടിരിക്കുക. परमेश्वर हम भी मसीह रूपी उस नींव पर हालेलुया कुछ बना रहे हैं। കർത്താവേ, പലപ്പോഴും ഞങ്ങള് വൈക്കോലിട്ട് പണിയുന്ന പോലെ തോന്നിയിട്ടുണ്ട് കർത്താവേ. अनेक बार परमेश्वर हमें लगा है कि हमने उस फूस के साथ फूस को लेकर जो हम बना रहे हैं। പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ദൈവമേ, ഞങ്ങളുടെ ആ ദിവസം വരാൻ പോകുന്ന തീയിലാണല്ലോ ശോധന ചെയ്യാൻ പോകുന്നത്. हालेलुया आज हमें ये बात समझ आया है कि परमेश्वर हालेलुया एक दिन आएगा जब आग में से हालेलुया हमें परखा जाएगा। കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കും. परमेश्वर हम अपने आप को समर्पित करते हैं। വിലയേറിയ വസ്തുക്കളിട്ട് പണിയുവാൻ ഞങ്ങളെ സഹായിക്കണം. बहुमूल्य वस्तुओं के साथ इस भवन को बनाने के लिए प्रभु आप सहायता करें। തീയിൽ കത്തിപ്പോകാത്ത രീതിയിൽ പണിയാൻ കൃപ തരണം. परमेश्वर आग में जलकर भस्म ना हो जाए उस प्रकार अच्छे हालेलुया वस्तुओं से अपने आप को बनाने में प्रभु मदद करे। കർത്താവേ, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. परमेश्वर हम आपके संतान हैं। ഞങ്ങളെ ശോധന ചെയ്യുന്നു കർത്താവേ. हम अपने आप को परखते हैं परमेश्वर। ദൈവമേ, ഞങ്ങൾ വൈക്കോലാണോ? परमेश्वर क्या हम उस फूस के समान हैं കർത്താവേ, അതോ ഞങ്ങൾ പൊന്നാണോ? या फिर परमेश्वर क्या हम उस अच्छे सोने के समान हैं? ദൈവമേ, ഞങ്ങൾക്ക് വൈക്കോലാകേണ്ട കർത്താവേ. परमेश्वर हम घास फूस नहीं बनना चाहते। ദൈവമേ, വൈക്കോൽ ഈ ഭൂമിയിൽ കാണിക്കാനൊക്കെ ഉണ്ട് കർത്താവേ. परमेश्वर घास फूस बड़ा बड़ा तो लगता है इस दुनिया में लोगों को दिखाने के लिए तो अच्छा है। കർത്താവേ, ഭൂമിയിലും വരാൻ പോകുന്ന കാലത്തും പൊന്നാണല്ലോ വിലയേറിയത്. मगर परमेश्वर इस पृथ्वी पर क्यों ना हो, आने वाले दुनिया में क्यों ना हो, सोना है जो सबसे महत्वपूर्ण है। വിലയേറിയ ഒരു ജീവിതം നയിക്കാൻ ദൈവം കൃപ തരണം. परमेश्वर उस सोने के जैसे बहुमूल्य जीवन जीने के लिए आप हमारी सहायता करें। എല്ലാ വ്യക്തികളെയും ബ്ലസ് ചെയ്യുന്നു. हर एक व्यक्तियों को आशीषित करते हैं യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ.